കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ആവർത്തിക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ പുതിയ ബില്ലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 30 ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്ന സാഹചര്യം സംസ്ഥാനങ്ങളിൽ ഭരണ അട്ടിമറിക്ക് പോലും വഴിവെച്ചാക്കാം എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ പോകുന്നത് രാജ്യം കണ്ടതാണ്. തമിഴ്നാട്ടിലെ സെന്തിൽ ബാലാജി പൊന്മുടി വിവാദങ്ങളും കേന്ദ്ര നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാനങ്ങളിലെയും നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് 30 ദിവസം കസ്റ്റഡിയിലായിട്ടും രാജിവെക്കുന്ന സാഹചര്യമില്ലെങ്കിൽ 31-ാം ദിവസം നിർബന്ധിത രാജി ഉറപ്പാക്കുന്നതാണ് ഭരണഘടനാ ഭേദഗതി. കഴിഞ്ഞ വർഷം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അറസ്റ്റിലായിരുന്നു. അറസ്റ്റിന് മുൻപ് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. മുഖ്യമന്ത്രിയായിരിക്കെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് കെജ്രിവാൾ അതിഷിക്ക് ചുമതല കൈമാറിയത്. 2023 ജൂൺ 14-ന് ED അറസ്റ്റ് ചെയ്ത തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ ഗവർണർ പുറത്താക്കിയതും മന്ത്രിസഭയിൽ തിരികെ എത്തിയതും ഏറെ ചർച്ചയായിരുന്നു. ഒടുവിൽ സുപ്രീം കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ 2024 ഫെബ്രുവരിയിലാണ് ബാലാജി രാജിവെച്ചത്. 2024 സെപ്റ്റംബറിൽ മോചിതനായ ശേഷം വീണ്ടും മന്ത്രിയായി. കർണാടകയിലെ DK ശിവകുമാർ, തമിഴ്നാട്ടിലെ I പെരിയസ്വാമി ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും മന്ത്രിമാർ കേന്ദ്ര ഏജൻസികളുടെ റഡാറിലാണ്. പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു എന്നതായിരിക്കും നിയമത്തിന് കേന്ദ്രത്തിന്റെ ന്യായീകരണം. ഭരണഘടനാ ധാർമ്മികത, സദ്ഭരണ തത്വങ്ങൾ, സംശയാതീതമായ പൊതുപ്രവർത്തനം തുടങ്ങിയ കാരണങ്ങളും നിരത്തും. അതേസമയം കുറ്റാരോപിതരെ കുറ്റം തെളിയിക്കപ്പെടും വരെയും നിരപരാധികളായി കണക്കാക്കുകയെന്ന അടിസ്ഥാന തത്വവുമായി ഒത്തുപോകുന്നതാണോ നിയമം എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. റിസർച്ച് ഡെസ്ക് 24.